അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ പണി. നമ്മളെ തുളസിത്തറൻ്റെ ഒക്കെ പോലെയല്ലേ കറിവേപ്പില തറയാണ് കേട്ടോ. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റും കെട്ടിക്കൊടുത്താൽ വെള്ളം വളമൊക്കെ നിൽക്കുമല്ലോ എന്ന് കരുതി. അത് മാത്രമല്ല കേട്ടോ, ഇത് നമ്മളെ മുൻവശത്ത് നല്ല ഈ ചെടി കാണാം, ഈ കറിവേപ്പിലത്തേക്ക് നല്ല കാണാം. എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ സൈഡിലാണ്. അപ്പോൾ കാക്ക പറയും പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, അത് പറിച്ച് കളയാൻ പറയും. അപ്പോൾ ഒരു ഇതുപോലെ തെയ്യാളൊക്കെ പിടിച്ച് കിട്ടിയിട്ട് നമ്മൾ പറിച്ച് കളയുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയല്ലേ. എനിക്ക് അങ്ങനെ കേട്ടോ, ചെടി എന്തെങ്കിലും കേടുവന്നാലും വലിയ സങ്കടം വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നതുപോലെ ചുറ്റും കെട്ടിക്കൊടുത്താൽ വൃത്തിയാകുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ് സംഭവം. പക്ഷേ അത് ചെറുതായിട്ടൊന്ന് വൃത്തികേടായി. എന്നാലും കുഴപ്പമില്ല, ഇനി സിമെൻറ്റൊക്കെ വെച്ച് നമുക്ക് ലെവലാക്കാം. അപ്പോൾ ഇതാ ഒരു തെയ്യ് വെച്ചതാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ 2 ഭാഗത്ത് കിളിർത്ത് വന്നിട്ടാണ്. അതേപോലെ തന്നെയാണ് ഞാൻ ഇതിന് മുമ്പ് നമ്മളെ പറമ്പിലുള്ള തെയ്യാളൊക്കെ ഉണ്ടാക്കിയത്. ഒന്ന് വലിയ മരമായിക്കണം, ഒരു കുഞ്ഞു തെയ്യിൻ്റെ മുത്തമ്മരോട് കൊണ്ടുവന്നാണ് കേട്ടോ. പക്ഷേ വെച്ച് ഇപ്പോൾ പറമ്പ് മൊത്തം കറിവേപ്പിലാണ്. നല്ല സാധനങ്ങൾ കുറേ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്ന് ഇതൊക്കെയായിരുന്നു പണി. അതാകുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ ആവില്ലല്ലോ. പിന്നെ മുല്ലത്തൈ ഇട്ടാൽ അതും ഇതുപോലെ ഞാൻ തറവാട്ടിൽ നിന്ന് ചെറിയൊരു തൈ കൊണ്ടുവന്നാണ്. അത് എന്നിട്ട് ഇതിമെന്ന് ഞാൻ വേറെ തൈകൾ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഇത് നല്ല നോക്കി നമ്മൾ വെള്ളവും വളമൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി പൂവുണ്ടാവും. നല്ല തട്ടുമുല്ല കേട്ടോ, നല്ല സ്മെല്ലും ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടുത്തെ മക്കൾക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക കോർത്തിട്ട് തലയിൽ വെക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും വെച്ചെടുക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ള കറിയാണ്, ചിക്കൻ കറിയാണ്. അപ്പോൾ പത്തിരി കടയിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ. പിന്നെ ചോറ് വെക്കൽ തന്നെ ഇല്ല. ഇപ്പം ഇന്ന് നോമ്പ് 10-23 ദിവസമായില്ലേ, ഇതേവരെ നമ്മൾ ചോറ് വെച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ. ഇടയ്ക്ക് മക്കൾക്ക് കഞ്ഞി ഇങ്ങനെ വെക്കുന്നല്ലാണ്ട് ചോറ് ആരും തിന്നലില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഇച്ചിരി ചോറ് തന്നെ വേണം. ഓലൊക്കെ കടി നിന്നാണെങ്കിൽ എനിക്ക് എന്താണ് അപ്പോൾ ചോറ് തിന്നാൻ ഭയങ്കര പൂതിയിട്ടാണ്. അപ്പോൾ ഞാൻ പറമ്പിൽ നിന്ന് കുറച്ച് ചീരൊക്കെ പറിച്ചിട്ട് നിൽക്കണം. അപ്പോൾ ചീര ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഡെയിലി ഇങ്ങനെ ഒന്നല്ല ഉണ്ടാക്കുക കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല എരിവും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇട്ടതിന് ശേഷം വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഒറ്റ വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ട് ഇട്ട് നല്ലോണം മൂപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ചീരൻ്റെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ആവിക്ക് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ പച്ചമുളകൊക്കെ കീറിയിട്ടുണ്ടാക്കണേക്കാളും നന്നായിട്ടുണ്ടാവും. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇതുപോലും വേണ്ടല്ലേ. അപ്പോൾ എനിക്ക് ചീര ഇലവകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.